ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിറർ വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ചും ഉണ്ട്, അതുപോലെ ബീഡ്സ് വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡോളിയുടെ നൂലാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ഡോളീൻ്റെ നൂലിൽ 6 ഇഴ ഉണ്ടാവും. അത് ഞാൻ 3 ഇഴയാണ് കേട്ടോ എനിക്ക് ആവശ്യമുള്ളത്. കാരണം നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 3 ഇഴയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 6 ഇഴയിൽ എടുക്കുക, പക്ഷേ 6 ഇഴയിലാവുമ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ഒന്ന് പൊന്തി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു പൊള്ളച്ച മാതിരി നിൽക്കും. ഇതാവുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും 3 ഇഴയിലെടുത്താൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ സാധാ സൂചി എടുക്കുക. സൂചിയിൽ നമ്മൾ നൂല് കോർത്തിട്ട് ഒരു ഭാഗം മാത്രം കെട്ടിടുക, ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി ഇടും വേണം കേട്ടോ. പിന്നെ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 ബീഡ്സാണ് വാങ്ങിയത്. 2 ബീഡ്സ് വാങ്ങിയിട്ടുണ്ട്. അതിന് ബീഡ്സ് തുന്നുന്ന സൂചി ഉണ്ട്, വണ്ണം കുറഞ്ഞ സൂചി കേട്ടോ. ആ സൂചിയാണ് നമുക്ക് അതിന് വേണ്ടത്. നമ്മൾ മിറർ വർക്കിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ, ഓൾറെഡി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേയിട്ട് ഞാൻ മിറർ വർക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. നമുക്ക് ബീഡ്സ് ഞാൻ ബാക്ക് സ്റ്റിച്ചിൽ സാറ്റിൻ സ്റ്റിച്ച് എങ്ങനെ തുന്നുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ നമ്മൾ പിക്ചർ വരച്ച് കൊടുക്കണം. എൻ്റെ പിക്ചർ എന്താ വെച്ചാൽ കുറച്ച് ഇലക്ക കുറച്ച് വീതി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചല്ല ഇട്ട് തുന്നിയത്. അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് നമുക്ക് തന്നെ തുന്നുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇതിങ്ങനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ഒരു ഇല ആയി കിട്ടും എന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ തുന്നിയത്. അപ്പോൾ അവിടെ കുത്തി കൊടുക്കണം. ഇവിടെ നമ്മൾ പിക്ചർ വരച്ച അവിടെ അതിന്മേൽ കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് മറ്റേ സൈഡിലുള്ള നമുക്കും കൂടി നമ്മൾ കുത്തി കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, സാറ്റിൻ സ്റ്റിച്ച് ഞാൻ ഇതുപോലെ ഇല തുന്നി കൊടുത്തേ കണ്ടില്ലേ. ഇതുപോലെ വീതി കുറച്ചിട്ട് നമുക്ക് ആ ഇലയുടെ തുഞ്ച നമുക്ക് കൂർപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വീതി കുറച്ച് കുറച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ബീഡ്സ് തുന്നി കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ആ ഇലയുടെ ചുറ്റും അതുപോലെ മിററിൻ്റെ ഒക്കെ ചുറ്റും ഞാൻ ബീഡ്സ് തുന്നി കൊടുക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ബീഡ്സ് എങ്ങനെ തുന്നി കൊടുക്കണ കാണാം. നമ്മൾ അടിയിലൂടെ ഒന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കണം. അതിന് ബീഡ്സ് തുന്നണ കട്ടിയില്ലാത്ത സൂചി വേണം കേട്ടോ. ഞാൻ ബേക്ക് സ്റ്റിച്ച് ആക്കിയിട്ടാണ് ഒന്ന് തുന്നി കൊടുത്തത്. പക്ഷെ അത് കുറച്ച് റിസ്ക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്ക് വേറൊരു എളുപ്പ വഴി ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് തുന്നി കൊടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഇതാണ് എളുപ്പത്തിൽ ബീഡ്സ് തുന്നാനുള്ളൊരു വഴിയായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഇല ഫുള്ളാക്കി കൊടുക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ ഇവിടെ നിന്നാണ് തുന്നണത് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്ന് കുത്തിയെടുത്തിട്ട് ഇതുപോലെ ഫിറ്റാക്കിയിട്ട് തുന്നിയെടുക്കണം കേട്ടോ. ഫിറ്റാക്കാതെ തുന്നിയാൽ നമുക്ക് ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ നമുക്ക് ഫിറ്റാക്കി തന്നെ തുന്നിയെടുത്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളെ ഇല അതാ കണ്ടില്ലേ, നല്ലോണം നല്ലൊരു ഇലയുടെ ആകൃതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തുഞ്ചത്ത് നമുക്ക് വീതി കുറച്ച് കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ കണ്ടില്ലേ, സാറ്റിൻ സ്റ്റിച്ചൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊക്കെ ബീഡ്സ് ഒന്ന് ഇതുപോലെ മറ്റേ തുന്നി കൊടുത്ത പോലെ ഒന്ന് തുന്നി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഡ്സ് തുന്നണ പിന്നെ സൂചി എടുത്തിട്ടുണ്ട്. നമുക്കിത് ബീഡ്സ് ഇതുപോലെ കോർത്ത് കൊടുക്കണം കേട്ടോ. എത്രയാണോ ബീഡ്സ് വേണ്ടത് നമുക്ക് ഇതാ കണ്ടില്ല, ഞാൻ അതുപോലെ കോർത്തിട്ട് ഞാൻ അതിൻ്റെ സൈസ് നോക്കും. ആ സൈസ് നോക്കിയിട്ട് എവിടെ വെച്ചിട്ടാണോ ഇത് അടിയിലേക്ക് കുത്തി കൊടുക്കേണ്ടത് നോക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഇത് മനസ്സിലാവുമല്ലോ, ഇത് ഇവിടെ വെച്ചാൽ മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ എന്നൊക്കെ. അങ്ങനെ ഞാൻ അവിടെ തന്നെ കുത്തി കൊടുത്തതിന് ശേഷം ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെയും ഞാൻ സൂചി കുത്തി ഇറക്കിയിട്ട് കൗച്ചിങ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഫിനിഷിങ് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കും. ഇനി നമുക്കിത് കൗച്ചിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബീഡ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തി കൊടുക്കുക. സൂചി മുകളിലേക്ക് കുത്തി എടുക്കുക.
എന്നിട്ട് നമ്മൾ ഓരോ ബീഡ്സിൻ്റെ ഇട ഉണ്ടാവുമല്ലോ, നമുക്ക് ഇത് കണ്ടില്ലേ, അതുപോലെ ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെയും സൂചിയും കൂടിയും കുത്തി താഴോട്ട് ഇറക്കണം. എന്നിട്ട് വലിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ബീഡ്സും ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് നല്ലൊരു അവിടെ ഉറച്ച് നിൽക്കും ചെയ്യും, ഒന്ന് ഇളകി പോകുമൊന്നും ചെയ്യൂല കേട്ടോ. അങ്ങനെ തന്നെ ഇപ്പുറത്ത് നമ്മൾ അതുപോലെ ബീഡ്സ് മുകളിലേക്ക് സൂചി എടുത്തിട്ട് അതുപോലെ തന്നെ ഇത് തുന്നി കൊടുക്കുക. ബീഡ്സ് അതിൽ കോർത്ത് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പാകമാണോ നോക്കിയിട്ട് അവിടെ താഴോട്ട് കുത്തി ഇറക്കണം. എന്നിട്ട് വീണ്ടും കൗച്ചിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കണ്ടില്ലേ, ഇങ്ങോട്ട് നമ്മൾ സൂചി കൊണ്ട് നൂലുമണി ബീഡ്സ് കോർത്തതിന് ശേഷം ഇലയുടെ ആകൃതിയിൽ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ കൈക്കൊണ്ട് ഷേപ്പാക്കിയതിന് ശേഷം മാത്രമേ കൗച്ചിങ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഒന്ന് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെയും കൗച്ചിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതുപോലെ കൗച്ചിങ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മുത്ത് കോർത്ത് കൊടുക്കണം. മുത്ത് ഇതുപോലെ തന്നെ സൂചി മുത്തിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് അടിയിലേക്ക് കുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കട്ടോ. നമുക്കൊരു 500 രൂപേൻ്റെ ക്ലോത്ത് വാങ്ങിയിട്ട് നമുക്കൊരു 1000 രൂപേൻ്റെ ക്ലോത്തൊക്കെ നമുക്ക് അതാക്കാം. മുത്ത് ഞാൻ അവിടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടിയിലേക്ക് കുത്തിയെടുക്കുകയാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വർക്കുകളാണ് ഇതൊക്കെ. എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ പഴയ ഒരു ശീലയിലോ അല്ലെങ്കിൽ നല്ല വില കുറഞ്ഞ ഒരു ക്ലോത്ത് വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കേണ്ടി. എന്നിട്ട് ഈ മിററിൻ്റെ ചുറ്റും നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിന് ഇനി നമ്മൾ മിററിൻ്റെ ഇതുപോലെ സൂചിമേൽ വെച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ ബീഡ്സ് ഞാൻ സൂചിമേൽ കോർത്തതിന് ശേഷം ഞാൻ മിററിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാകമാണെന്ന് കണ്ടാൽ അതിന് ഏറെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബീഡ്സ് അതിനൊന്ന് ഊരിയെടുക്കും ചെയ്യും. പാകമാകുമ്പോൾ ഞാൻ അവിടെ തന്നെ ഇതുപോലെ കൊടുക്കുകയാണ്. താഴോട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് താഴോട്ട് കുത്തി കൊടുത്തതിന് ശേഷം ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെയും നമുക്ക് ഇനി എന്താ ചെയ്ത് കൊടുക്കും വേണം. നല്ല ഫിനിഷിങ്ങിലൂടെ നിൽക്കും. ബീഡ്സ് ഒന്നും ഇളകി പോകുകയൊന്നും ചെയ്യൂല. സൂചി അടിയിലേക്ക് വലിച്ചെടുക്കുക. ഇതുപോലെ വലിച്ചെടുത്തിട്ട് ഇതുപോലെ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നിൻ്റെ ഇടയിലും കൗച്ചിങ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെ കുത്തി വലിക്കുമ്പോൾ ഈ ആകൃതിയിൽ നിൽക്കും. അത് പിന്നെ നമ്മൾ ഷേപ്പാക്കി കൊടുക്കണം. പിടിച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം സൂചി കുത്തിയെടുക്കുക.
ഇല്ല, നമ്മൾ കൗച്ചിങ് ചെയ്തെടുത്ത മിറർ വർക്കാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ബീഡ്സ് വെച്ച് കൗച്ചിങ് ചെയ്ത് ഇതിങ്ങനെ പോരൊന്നുമില്ല, ഇങ്ങനെ ആക്കിയാലും ഇത് പോരൂല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു സൂചിൻ്റെ ഇവിടെ നമ്മൾ മിറർ വർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സൂചി കുത്തി കൊടുക്കുക. ബീഡ്സ് തുന്നണ സൂചി തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വട്ടത്തിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഡ്സ് എത്രയാണോ വേണ്ടത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതിന്മേൽ കോർത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഏകദേശം മനസ്സിലാവുമല്ലോ ഇത്ര ബീഡ്സ് വേണം വെടുക്കുക. അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഓരോ ബീഡ്സിൻ്റെ ഇടയിലും നമ്മൾ സൂചി കൊണ്ട് കുത്തി തുന്നി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് വേഗം അഴിഞ്ഞ് പോരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മിററിന് ബീഡ്സ് തുന്നി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ഇലയും അതുപോലെ തണ്ടും തുന്നി കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ ഇല അതുപോലെ തന്നെ സാറ്റ് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച് തന്ന അതേമാതിരി തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോക്കി.